ഔഷധകരമായ ഗുണങ്ങളുള്ള തുളസി ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും മിനിമം ക്വാളിറ്റിയാണ് വെജിറ്റേറിയൻ എന്നുള്ളത്. അതിൻ്റെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് ഗുരുവായൂർ ജയപതാക സ്റ്റോറ്, ഗുരുവായൂർ അമ്പലനടയിൽ അമ്പലക്കുളത്തിനടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെയിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വൃന്ദാവനത്തിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോയി കൊണ്ടുവരുന്ന ജപമാല, തുളസിമാല, കഴുത്തിലണിയുന്ന കണ്ടിമാല, ഗോപീചന്ദനം, അങ്ങനെ വളരെ റെയറായിട്ട് കിട്ടുന്ന വൃന്ദാവനത്തിലെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളാണ്, പൂജാദ്രവ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ജപമാല ഇല്ലാത്തവർക്ക്, ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക് ഫ്രീ ആയിട്ടും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും 1 രൂപയ്ക്ക് നമ്മൾ ജപമാല ഫ്രീ ആയിട്ട്, പ്ലസ് 70 രൂപ കൊറിയർ ചാർജ്, 71 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക്, ഇവിടെ വരുന്നവർക്ക് 70 രൂപയ്ക്കാണ് നമ്മൾ ജപമാല കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ തുളസിമാലകളാണ് കഴുത്തിലണിയാവുന്ന. ഇവിടെ വരെയുള്ളത് 35 രൂപ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 2 ലെയറിൻ്റെയാണ്. 2 ലെയറിൻ്റെത് 60 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ 2 ലെയറിൻ്റെയാണ്. ഇത് 3 ലെയറിൻ്റെയാണ്. അത് 100 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 3 ലെയറിൻ്റെത്. അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഒറിജിനലായിട്ട് നമ്മൾ വൃന്ദാവനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് യാത്ര പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡിവോട്ടികളെയൊക്കെ കൊണ്ടിട്ട് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരുന്നതാണിത്. അതിൻ്റെ പേരിൽ ഇതിന് യാതൊരുവിധ അപാകതകളുണ്ടായില്ല. കറക്റ്റായിട്ട് നമ്മൾ പോയി ആ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോഷണൽ ആയിട്ടുള്ള ഒത്തിരി ഗിഫ്റ്റ് ഐറ്റംസ് നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. ഇതെല്ലാം വൃന്ദാവനത്തിൽ വരുന്നത് തന്നെയാണ്. അതിൽ പ്രധാനമാണ് ഗോപീചന്ദനം, പിന്നെ ലഡുഗോപാലിൻ്റെ ഡ്രസ്സുകൾ, അതിൻ്റെ എല്ലാ ആഢ്യാഭരണങ്ങളും നമ്മുടെ അടുത്തുണ്ട്. എല്ലാ സൈസിനും ആയിട്ടുള്ളത് 0 സൈസ് തുടങ്ങിയിട്ട് 8 സൈസ് വരെ, 0, 1, 2, 3, 4, 5, 6, 7, 8 വരെയുള്ള സൈസിനുള്ള എല്ലാ ഡ്രസ്സുകളും കിരീടങ്ങളും വളകളും എല്ലാം അവൈലബിളാണ്. മാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. പിന്നെ ഗോപീചന്ദനം, ഹരിചന്ദനം, അത് പേസ്റ്റായിട്ടുള്ളതും കട്ടയായിട്ടുള്ളതൊക്കെ അവൈലബിളാണ്. പിന്നെ ഇതുകൂടാതെ രാധാകൃഷ്ണ ഡോള്, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാവുന്ന ഡോള്, പിന്നെ ഇസ്കോണിൻ്റെ ഭഗവത്ഗീത, ഇസ്കോണിൻ്റെ മലയാളം ബുക്സ് എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. ഇംഗ്ലീഷ് ഭഗവത്ഗീത, ഹിന്ദി ഭഗവത്ഗീത, കന്നഡ ഭഗവത്ഗീത, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് ഏത് സമയത്തും. പിന്നെ അത് മാത്രമല്ല ആക്രിലിക്കിൻ്റെ ഒരുപാട്, ഇപ്പോൾ ഒരു ആൾട്ടർ സെറ്റ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഫുൾ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. എല്ലാ ഇതും നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വരുന്നത് വൃന്ദാവനത്തിൽ നിന്ന് തന്നെയാണ്. വൃന്ദാവനത്തിലുള്ള ഒരു ചെറിയ പർച്ചേസ് സെൻ്ററായിട്ട് നിങ്ങൾക്ക് ഗുരുവായൂരിൽ ഇതിനെ കാണാം, ഈ ജയപതാക സ്റ്റോറിനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ എന്താ പറയുക, ഗംഗാജലം, അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ എല്ലാ ബുക്സും, പിന്നെ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ മുണ്ടുകൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടിക്കുന്ന മുണ്ടുകൾ, തോർത്തുകൾ, അതൊക്കെ സെപ്പറേറ്റ് ഇവിടെ എല്ലാ മാർക്കറ്റിലും കിട്ടുന്നതാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജപമാല, കണ്ടിമാല, അതുപോലെ തന്നെ ഗോപീചന്ദനം, ഇതാണ് ഇവിടെ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള. എന്താ വെച്ചാൽ അത് ഒരുപാട് വെറൈറ്റികളായിട്ട് നമ്മുടെ അടുത്ത് ജപമാല ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തുളസിയുടെയും നീമിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ ആയിട്ട് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ജപമാലകളുണ്ട് നമ്മുടെ അടുത്ത്. ഇതുപോലെ തന്നെ തുളസിമാലകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100ഓളം വെറൈറ്റികൾ 1, 2, 3 ലെയറിലായിട്ട് ഇതുണ്ട് നമ്മുടെ അടുത്ത്. ഇതൊക്കെ നമ്മൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് ക്വാളിറ്റിയിൽ ഒട്ടും കുറയാതെ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ വർഷവും 3-4 ട്രിപ്പ് നമ്മളിവിടുന്ന് യാത്രികരെ കൊണ്ടുപോകുന്നതാണ്, വൃന്ദാവന യാത്ര ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിവിടെ പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ ഇതിന് യാതൊരു മായവും ഇല്ല. ഹരേ കൃഷ്ണ. ഇത് 1 ലെയറിൻ്റെ കണ്ടിമാല അഥവാ തുളസിമാലയാണ്. 1 ലെയർ എന്ന് പറഞ്ഞതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. കഴുത്തിൽ ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കും, ഇതുപോലെ ടൈറ്റായിട്ട് കിടക്കുന്നതാണ്. ഇതിപ്പോൾ 3 ലെയറാണ്.
ഇത് ഒരു ലെയർ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരു ലെയറിൻ്റെ തന്നെ ഏകദേശം 30ഓളം വെറൈറ്റികൾ നമ്മളെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതാണ് 2 ലെയർ. നമ്മൾക്ക് ഇതെടുത്തിട്ട് നമുക്ക് 2 ലെയറായിട്ട് ഇങ്ങനെ കഴുത്തിലണിയാം, 2 ലെയറായിട്ട്. അതുപോലെ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളെടുത്ത്. അതുകൂടാതെ പിന്നെ 3 ലെയർ, 2 ലെയർ പ്രതിനിധാനം ചെയ്യുന്നത് കൃഷ്ണനും രാധാറാണിയും. അത് കഴിഞ്ഞിട്ട് 3 ലെയറാണ് വരുന്നത്. 3 ലെയർ എല്ലാവർക്കും ധരിക്കാൻ പറ്റില്ല. കൃഷ്ണൻ, രാധാറാണി, ഗുരു. നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച് ദീക്ഷ സ്വീകരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ളവരാണ് 3 ലെയർ അണിയുന്നത്. ഇത് 3 ലെയറിൻ്റെ മാലയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും വെജിറ്റേറിയൻസിന് മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ. 1 ലെയറായാലും 2 ലെയറായാലും 3 ലെയറായാലും ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കണം. അവർ ലൈഫ് ലോങ് വെജിറ്റേറിയൻ ആയിരിക്കുകയും വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ തുളസിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് അത്രയുണ്ട്, അത്രയും ഹൈ ആണ്. തുലനം ചെയ്യാൻ പറ്റാത്തത് ഈ ഭൂമിയിലൊന്നുമായിട്ട് തുളസി മഹാറാണിയെ തുലനം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾക്ക്. തുളസി മഹാറാണിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഭക്തി പ്രദാനം ചെയ്യുന്നത് തുളസി ദേവിയാണ്. ഭക്തിയിൽ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് തുളസി മഹാറാണിയുടെ കാരുണ്യം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അത് തന്നെയാണ് ശീല പ്രഭുപാദ് തുളസി മഹാറാണിക്ക് ഇസ്കോണിലൊക്കെ നല്ല പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. തുളസി ആരതി അവിടെ ഒരു മെയിൻ ചടങ്ങായിട്ട് രാവിലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തുളസി മഹാറാണിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ തുളസി ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപങ്ങൾ വരെ പോകാൻ തുളസിനെ ഒന്ന് വലം വെച്ചാൽ മതി എന്നാണ് പറയണത്. എത്ര ജന്മെടുത്ത് എന്ത് ചെയ്താലും പോകാത്ത പാപമാണ് ബ്രഹ്മഹത്യാ പാപം. ഈ ബ്രഹ്മഹത്യാ പാപം ജസ്റ്റ് തുളസിനെ ഒന്ന് വലം വയ്ക്കുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത്. യാനി കാനിച്ച പാപാനി ബ്രഹ്മഹത്യ കാനിച്ച താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ. ഓരോ പദം തുളസിനെ വലം വയ്ക്കുമ്പോൾ ഈ ബ്രഹ്മഹത്യാദി പാപങ്ങൾ വരെ നീക്കം ചെയ്യപ്പെടുന്നു. അത്തരം മഹത്തരമായ ഗുണങ്ങളുള്ള തുളസി ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും മിനിമം ക്വാളിറ്റിയാണ് വെജിറ്റേറിയൻ എന്നുള്ളത്. അതിൻ്റെ മുകളിലേക്കുള്ള ക്വാളിറ്റികളുണ്ട്. വെളുത്തുള്ളി, ഉള്ളി, സവാള അങ്ങനെയൊന്നും പാടില്ല. ലഹരി പദാർത്ഥങ്ങളായ ചായ, കാപ്പി ഒന്നും പാടില്ല എന്നുള്ളത് അതൊക്കെ എക്സ്ട്രാ ക്വാളിറ്റികളാണ്. അതില്ലെങ്കിലും മിനിമം നമ്മൾ വെജിറ്റേറിയനെങ്കിലും ആയിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ തുളസി ധരിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന എന്തോ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ പുണ്യം അതിലേറെ നമ്മൾക്ക് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും വെജിറ്റേറിയൻ അല്ലാത്തവർ തുളസി ധരിക്കരുത്. ഹരേ കൃഷ്ണ. രാധാമാധവും അഷ്ടസഖികളുമാണ്. ഇത് മായാപൂർ ഇസ്കോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ടെമ്പിളിലത്തെ വിഗ്രഹം എങ്ങനെയാണ് ഇരിക്കുന്നത്. രാധാമാധവും അഷ്ടസഖികളുമാണത്. ഇപ്പോൾ 2025 അതിൻ്റെ TOVP എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഇത് ഓപ്പൺ ചെയ്യാണ്. അവിടുത്തെ വിഗ്രഹങ്ങളാണ് ഈ കാണുന്ന എല്ലാ ഫോട്ടോസും. ഓൾമോസ്റ്റ് നമ്മുടെ അടുത്തുള്ളത് രാധാമാധവൻ്റെയാണ്. പിന്നെ ശ്യാം സുന്ദർ വൃന്ദാവനത്തിലാണ്. ഇതൊക്കെ ഫുൾ ലാമിനേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് കഴുകാം ഫുള്ളായിട്ട്. ഇതൊക്കെ ഫുള്ളായിട്ട് വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാലൊന്നും പറ്റില്ല. ഇത് ശീല പ്രഭുപാദർ എന്ന് പറയും, നമ്മുടെ ഇസ്കോണിൻ്റെ സ്ഥാപകാചാര്യനാണ്. ഇതൊക്കെ നമ്മൾ ഫുൾ ലാമിനേറ്റഡ് പിക്ചറാണ്. ഇത് ഞങ്ങളുടെ ഗുരുനാഥനാണ്, ശ്രീ ജയപതാക സ്വാമി മഹാരാജ് ഇസ്കോൾനസ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഉണ്ട്. ചെറുത് തുടങ്ങിയിട്ട് വലുത് വരെയുള്ള എല്ലാ ഫോട്ടോസും ഇതൊക്കെ ഫുൾ ലാമിനേറ്റഡാണ്. വെള്ളത്തിൽ മുക്കി കഴുകിയാലും ഒന്നും പറ്റാത്തതാണ്. ഇതുപോലെ തന്നെ ഇത് ആക്രിലിക് പിക്ചറാണിത്. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത്. ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ ഏകദേശം 15ഓളം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ളതുണ്ട്. ഇതൊക്കെ രാധാമാധവും രാധാ ശ്യാം സുന്ദറുമാണ്. ഇങ്ങനത്തെ ഇതൊക്കെ ഇത് വൃന്ദാവനത്തിലാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നരസിംഹദേവൻ്റെയാണ്. ഇത് ജഗന്നാഥ് ബലദേവ് സുഭദ്ര. ഇതും അതേപോലെ തന്നെ രാധാ ശ്യാം സുന്ദർ. ഇതൊക്കെ ആ ഇതിൽ വരുന്ന പിക്ചേഴ്സാണ്. ഇതൊക്കെ ആക്രിലിക് പിക്ചേഴ്സാണ്. ഇതൊക്കെ ഗുരുപരമ്പര ഫോട്ടോസാണ്. ഇതൊക്കെ ഒരു ആൾട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ അടുത്തുണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ അപേക്ഷിക്കാം. അതേപോലെ തന്നെ ചാമരം. മായാപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 ഏക്കറോളം വിസ്തരിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോകുന്നത് വളരെ ഉത്തമമാണ്. നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഫോറിനേഴ്സിന് അവിടെ ഭക്തരായിട്ട് കാണാൻ പറ്റും. എല്ലാവരും ജപമാല കൊണ്ട് ജപിച്ച് നടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ. വളരെ കാണാനും വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണത്. നമ്മൾക്ക് ഭക്തി എന്താണെന്ന് ശരിക്കും ഫീൽ ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.